സുഹൃത്തുക്കളെ, എല്ലാവർക്കും സന്തോഷമാണെന്ന് തോന്നുന്നു. ഇന്ന് SSLCയുടെ പരീക്ഷാ ഫലം പുറത്തു വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ രജിസ്റ്റർ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് വല്ലാത്ത ഉത്കണ്ഠയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന നിരവധി കുട്ടികളുണ്ടാകും. SSLCയുടെ റിസൾട്ട് ഫലം വരുമ്പോൾ A+ കിട്ടിയ കുട്ടികളെ ആശംസിക്കാനും അവർക്ക് വേണ്ടുന്ന ഫ്ലക്സ് ബോർഡുകളും റെസിഡൻസി അസോസിയേഷൻ്റെ അനുമോദനങ്ങളും അതുപോലെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ സ്റ്റാറ്റസും ഒക്കെ ആയിക്കൊണ്ടുള്ള ആഹ്ലാദ തിമർപ്പുകൾക്കിടയിൽ A+ ഒന്നും കിട്ടാത്ത, തൽക്കാലം ഒന്ന് ജയിച്ച് കിട്ടിയ, ഇതിനിടയിൽ സങ്കടപ്പെട്ടു പോകുന്ന നിരവധി കുട്ടികളുണ്ടാകും. അവർ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, അവർ അധ്വാനിക്കാഞ്ഞിട്ടല്ല, പക്ഷേ നിരന്തരം പരിശ്രമിച്ചിട്ടും അവർക്ക് കിട്ടിയത് അത്രയേ ഉള്ളൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരം പൊന്നുമക്കളുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരെ നാം ചേർത്തു പിടിക്കണം. അവർക്ക് വേണ്ടുന്ന ആശംസകളും അനുമോദനങ്ങളും നൽകണം. അവരെ മാനസികമായി തകർക്കാതെ അവരെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താനുള്ള പ്രശംസകളും അംഗീകാരവും കൊടുക്കണം. അയൽവാസിയായ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചിട്ട്, അല്ലെങ്കിൽ അയൽവാസിയായ കൂട്ടുകാരിക്ക് എത്ര മാർക്കുണ്ട്, എത്ര A+ ഉണ്ടെന്ന് ചേർത്തിട്ട് നീ അവനെ കണ്ടുപഠിക്കടാ, നീ അവളെ കണ്ടുപഠിക്കടി എന്ന് പറയുന്ന ഒരു ദുരന്തപൂർണമായ ഒരവസ്ഥയുണ്ടാകരുത്. പലപ്പോഴും SSLCക്കും +2നും +1നുമൊക്കെ കുറച്ച് A+ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവിതം മുഴുവനും A+ ആകുമെന്നാണോ അതിനർത്ഥം? കുട്ടികൾ പഠിക്കണം, അവർ പരിശ്രമിക്കണം, അവർ കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ മാനസികമായി തകർന്നു പോകുമ്പോൾ പലപ്പോഴും പല റിസൾട്ട് വരുന്നതിനടുത്ത ദിവസങ്ങളിൽ ആത്മഹത്യകളിലേക്കും മാനസികമായി തകർന്നു പോകുന്നതിലേക്കും ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി മക്കളുടെ വാർത്തകൾ നമുക്ക് വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് പാരൻസും കൂട്ടുകാരും സമൂഹവും A+ ഒന്നും കിട്ടാത്ത പൊന്നുമക്കളെയും ചേർത്തു പിടിക്കാനും അവരെ മാനസികമായി തകർക്കാതെ, ആ അയൽവാസിക്ക് നിനക്കെല്ലാം A+ ഉണ്ടല്ലോ മോളെ, നിൻ്റെ കൂട്ടുകാരിക്ക് എത്ര A+ ഉണ്ട്, ബാക്കിയുള്ളവരുടെ അന്വേഷണ വിവരങ്ങൾ തിരക്കിയിട്ട് അവരെ മാനസികമായി ഒറ്റപ്പെടുത്തുന്ന, അവരെ അകറ്റാൻ ശ്രമിക്കുന്ന, മാനസികമായി പ്രയാസങ്ങളുടെ വിത്തുകൾ കോരി വിതറുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറരുത്. കാരണം നമ്മുടെ മക്കളെപ്പോലെ തന്നെയാണ് A+ ഒന്നും കിട്ടാതെ പകലന്തിയോളം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് പരിശ്രമിച്ചിട്ടും അവർക്കൊക്കെ അത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ വരും ഭാവിയിൽ A+ഉം അല്ലെങ്കിൽ വിജയ കിരീടങ്ങളുമൊക്കെ അലങ്കരിച്ചവരെക്കാളും ഉന്നത നിലവാരങ്ങളിലേക്ക് ഉയർന്ന ഒരുപാട് മനുഷ്യരുടെ അത്ഭുതകരമായ ജീവിത വാർത്തകൾ, വിജയ വാർത്തകൾ നാം കേൾക്കാറുണ്ട്. അവിടെയൊക്കെ അവർക്ക് പഠിക്കാൻ ഒരുപക്ഷെ പരീക്ഷയുടെ റിസൾട്ടിൽ മുൻപന്തിയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും സമൂഹത്തിൽ സൽസ്വഭാവത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ വലിയ വിജയഗാഥകളുടെ പേരിൽ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നതമായ നിലവാരങ്ങളിലേക്ക് ഉയർന്നു വന്ന മാർഗദീപ്തികളായ പലരും പരീക്ഷയ്ക്കും അത്തരം സാഹചര്യങ്ങളിലുമൊക്കെ വളരെയധികം താഴ്ന്ന നിലവാരങ്ങളിലുള്ളവരായിരുന്നു എന്ന് പ്രത്യേകം നമുക്കറിയുമല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷകളിൽ A+ നേടിയവർക്കും ഒന്നും ലഭിക്കാതെ പോയവർക്കും എല്ലാ മംഗളാശംസകളും അവരുടെ ഭാവി സന്തോഷത്തിലും ആനന്ദത്തിലുമാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.